അവൻ കുളിക്ക് തീയൊന്നാളി കത്തിയപ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ മെഡിസിൻസാ. അവൻ എറിഞ്ഞാലും വീര്യം കൂടി 5-6 എണ്ണം അവന്റെ അമ്മയുടെ തറവാട്ടിലോട്ട് എറിഞ്ഞിട്ട് അവന്റെ അപ്പനെ കുടുംബത്തെ ഒരുമിച്ച് അങ്ങോട്ട് പള്ളിപ്പറമ്പിലോട്ട് എത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. ഇവിടെ മനുഷ്യന്റെ ആശ്രയത്തിൽ തീ പിടിച്ചിരിക്കുമ്പോഴേ ഇയാളുടെ ഒരു കൊലവിളി. നിങ്ങൾക്ക് നഷ്ടം കുറച്ച് കോടികളേ ഉള്ളൂ, ബാക്കിയുള്ളവന്റെ കക്ഷത്തെ ആരോഗ്യവകുപ്പ് എന്ന കീറാമുട്ടി. ഓ നാളെ മുതൽ ഓരോരുത്തരുടെ അന്വേഷണവും സെറ്റിങ്ങും. എന്റെ മാതാവേ, ഓ അതിലിത്ര പുതുമ. ഇതിന്റെ പേരിൽ ഒരു കേസ് എടുപ്പിക്കാനോ കോടതി പോകാനോ ഒക്കാത്ത അവസ്ഥയാണ്. എന്താണെങ്കിലും ശരി, തൊമ്മി അങ്ങനെ അങ്ങ് മേയാൻ വിട്ടിട്ട് കയ്യും കെട്ടി നോക്കി നിന്നാ ശരിയാവില്ല. എടോ, ഈ കേസിൽ ആ CIG കൃഷ്ണമൂർത്തി കയറിയെന്ന് പിടിമുറുക്കിയാ പിന്നെ മഹാന്മാരായ കൊച്ചു തമ്പരാക്കന്മാർ ഉറക്കമുണരുന്നത് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. അത് വിവരമുള്ള തന്തയ്ക്ക് വെറുതെ തൊമ്മിക്കറിയാം. എന്റെ 100 ദിനം താൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കാതെ പരിഹാരം എന്തെങ്കിലും പറയണോ? പരിഹാരം ഒന്നേ ഉള്ളൂ. ജനാർദ്ദനക്കുറുപ്പിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കണം. നിലവിലുള്ള എല്ലാ ഇഷ്യൂസും ചേർത്ത് നിയമസഭയിൽ പ്രതിപക്ഷം അയാൾക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. എന്ത് വില കൊടുത്തും ഏത് മാർഗത്തിലൂടെ ആയാലും അത് സംഭവിക്കണം. മൂർത്തിനെ ഉടൻ തന്നെ ഗീവർഗീസിനെ കാണണം. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ 18 MLA-മാരുമായി സമ്മർദ്ദതന്ത്രം പയറ്റുന്ന ഗീവർഗീസ് ഒരിക്കൽ നമ്മുടെ വലയിൽ നിന്നും ചാടിപ്പോയതാ. ഇനി അത് ആവർത്തിക്കരുത്. ഇവനുമായിട്ടുള്ള പിണക്കം തീർത്ത് അവനെ നമ്മുടെ കൂടാരത്തിൽ എത്തിക്കണം. പ്രത്യുപകാരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുത്തേക്ക്. അവൻ എന്ത് പ്രത്യുപകാരമാ വേണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത. കോശിയുടെ 6 MLA-മാരും ഗീവർഗീസിന്റെ 18 പേരും പിന്നെ നമ്മുടെ ആൾക്കാരും അവിശ്വാസ പ്രമേയത്തിനെതിരായി വോട്ട് ചെയ്യാൻ നിയമസഭയിൽ എത്താതിരുന്നാൽ ജനാർദ്ദനക്കുറുപ്പിന്റെ മന്ത്രിസഭ താഴെ വീഴും. അത് തന്റെ ഉത്തരവാദിത്വമാണ്, മറിച്ച് സംഭവിക്കരുത്. ഇനി അപ്പികള് ശകല റെസ്റ്റ് എടുക്കും. ഞാൻ അപ്പുറത്തിരിക്കുന്ന അണ്ണന്മാരുമായിട്ട് ഇത്തിരി വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വരാം. ഈ ഒടയ തമ്പുരാനൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങൾ തന്നെയാണ്. ഇല്ലെങ്കിൽ അവളുമാരെ പോലത്തെ തങ്കക്കൊടകൾ എങ്ങനെ പടത്തിറക്കുമായിരുന്ന ഇങ്ങോട്ട്. എടോ വെട്ടിച്ചറേ, താനിപ്പോ പ്രതിപക്ഷത്താണ് അതോ ഭരണപക്ഷത്താണ്? സത്യം പറയാലോ എന്റെ ഗീവർഗീസേ, അത് എനിക്ക് തന്നെ ഇപ്പം വലിയ നിശ്ചയം പോരാ. എന്നും മാത്രമല്ല, ഈ അഴിമതി എന്ന് പറയുന്ന പുല്ലിന്റെ പുറത്താ കിടപ്പ്. അതിന്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിക്കാന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാര് സമ്മതിക്കണമില്ല. എടേ ജോണിക്കുട്ടി, യവനും ഞാനും തമ്മിൽ ഉടക്കാനുള്ള കാര്യം എന്തെന്നറിയാമോ? അവിടെ അകത്ത് കിടക്കണില്ലേ ആ വക കാര്യങ്ങളിൽ യവനും ഞാനുമായിരുന്നു ചക്കരയും പായും. ഒടുവിൽ യവൻ ആ കോവിലകം പീഡനത്തിൽ തമ്പുരാട്ടി കൊച്ചിനെ ഒറ്റയ്ക്ക് വെച്ചങ്ങ് ശാപ്പിട്ടു. അതെനിക്ക് പിടിക്കൂ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ അടുത്ത് ഒരു വിരോധമില്ല കേട്ടാ. ഒന്നുമില്ലെങ്കിലും എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച ഗുരുനാഥന്റെ മോനല്ലേടെ നീ. യവനും ഞാനും ചേർന്ന ഒരു പെണ്ണിന്റെ പേരിൽ കൊമ്പ് കോർത്തപ്പോ കേരളത്തിൽ എത്ര ഹർത്താലും പണിമുടക്കും ഉണ്ടായെന്നുള്ളതിന്റെ കണക്ക് താണ്ടെ ഈ വെട്ടിച്ചെറിയുടെ കൈ കാണും. കാണും കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. അതാണല്ലോ ജനാധിപത്യം. നേതാക്കന്മാരുടെ അഴിമതിയും പെണ്ണുപിടുത്തവും പൊതുജനം അറിയാതിരിക്കാനുള്ള മറയല്ലേ ഹർത്താലും പണിമുടക്കും. I will call you back. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? അതിന് നമ്മൾ തമ്മിൽ എന്തൊരു പ്രശ്നമല്ലേ? സമാധാനമായി. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. വെട്ടിച്ചറേ, ജനാർദ്ദനക്കുറുപ്പിന്റെ മന്ത്രിസഭയ്ക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം ഞങ്ങൾ പാസാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ കേരളം ഭരിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും പറഞ്ഞ് നമ്മുടെ സാമ്രാജ്യങ്ങൾക്ക് കോട്ടം വരുത്താത്ത പുതിയൊരു സർക്കാരായിരിക്കും. എന്തു പറയുന്നു ഗീവർഗീസ്? എന്താണോ തുമ്മി, ഇതൊരു പതിവില്ലാത്ത വരവാണല്ലോ. ഇവിടെയും കൂടി അങ്ങ് അടിച്ചു കൊടുത്ത് പുണ്യാഹം തളിച്ചേക്കാന്നായിരിക്കും. കേരളത്തിന്റെ കറണ്ടിന്റെയും വെള്ളത്തിന്റെയും ഗതാഗതത്തിന്റെയും തലവന്മാരിങ്ങനെ ഡ്യൂട്ടി സമയത്ത് സർക്കാർ വണ്ടിയെ വന്നിറങ്ങി ഒരേ ടേബിളിലിരുന്ന് പന്നി മലത്തുന്നത് കാണുമ്പോ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. അല്ല സാറന്മാരെ, ആ വനം വകുപ്പ് ഏമാനില്ലയോ
DFO അങ്ങേര് ഇങ്ങോട്ട് വന്നില്ല. അയാൾ രാവിലെ വന്ന് കോട്ടയടിച്ച് സ്ഥലം വിട്ടു. ഇനി അയാളെ കാണണമെങ്കിൽ വല്ല കാട്ടിലോ മേട്ടിലോ ചെന്ന് നോക്കണം. സബോർഡിനേഴ്സിനെ കൂട്ടി തോക്കുമെടുത്ത് പുറപ്പെട്ടിരിക്കല്ലേ തായാട്ടിന്. അതെ, ഉത്തരം പറഞ്ഞ 54 പറഞ്ഞു എന്നാ പ്രമാണം. തനിക്ക് വല്ല അറിയണമെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും. അവന്റെ ചീഫാ, ഫോറസ്റ്റ് കൺസർവേറ്റർ. ഇവന് ചോദിക്കാനുള്ള എന്താന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കുറച്ച് കാശും കൊണ്ടുവന്ന് ലേലം വിളിച്ചാൽ ഉടനെ കാട്ടിലെ തടി മുഴുവൻ അങ്ങ് കടത്തി കൊണ്ടുപോകുന്ന അവന്റെ വിചാരം. എടോ, കാണേണ്ടവനെ കാണേണ്ട പോലെ കാണണം. എന്നാ വെട്ടിയിട്ട തടി മുഴുവൻ നീങ്ങേണ്ട പോലെ നീങ്ങും. അതിന് നല്ല ചൊളയെണ്ണി കൊടുക്കണം. അതാ നാട്ടു നടപ്പ്. സാറേ, തൊമ്മി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ പണിയല്ലത്. ലേലത്തെ പിടിച്ച ഏരിയയെന്ന് അപ്പുറത്തോട്ട് കയറി ഒരു ചുള്ളിക്കൊമ്പെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ സാറിനിത് പറയാം. ഡിപ്പാർട്ട്മെന്റിന്റെ കൊപ്പത്തിരിക്കുന്ന സാറിനെ പോലുള്ളവർക്ക് സ്കോച്ച് വിസ്കിയും പെമ്പറനോത്തിമാർക്ക് കോസ്മെറ്റിക് ഐറ്റംസും സാനിറ്ററി നാപ്കിൻസും വരെ വാങ്ങിച്ചു കൊടുക്കുന്ന കുറെ ഉണ്ണാക്കന്മാരുണ്ട് ഇവിടെ, തടിക്കച്ചവടക്കാർ. അവര് വരും, ചൊള എണ്ണി പുഴുങ്ങിത്തരാം. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? ഇനി മുതൽ നീ വെട്ടിയിട്ട തടിയിൽ ചാപ്പ കുത്തണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അതിനുള്ള പിടിപാടുണ്ടോ എനിക്ക്? എന്നാ സാറേ ഈ പിടിപാടൊക്കെ ഉണ്ടായത്? സാറിന് കളിച്ച കാശ് പോയിരിക്കല്ലേ, ഞാൻ ഇറക്കിയ കാശ് ബ്ലോക്കായിരിക്കുക. ആ തടസ്സം ഒന്ന് മാറിക്കിട്ടാൻ ലോഹത്തകിടയിൽ കൊത്തിയ സാക്ഷാൽ ശ്രീപത്മനാഭന്റെ ശംഖുമുദ്രയുള്ള ചാപ്പ എന്റെ തടികളിലോട്ട് സാറ് കുത്തിയില്ലേല് സാറിന്റെ തടിയിലോട്ട് എന്നാ കുത്തി ഇറക്കണമെന്നുള്ളത് ഞാൻ അങ്ങ് തീരുമാനിക്കും. അതിനുള്ള വഴി തൊമ്മി നോക്കുവേ. അപ്പൊ ശരി, അവനെ ചൊളയല്ല പൂക്കച്ചൊള എണ്ണിക്കൊടുക്കും. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾക്കെതിരെയുള്ള നിന്റെ ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ മതയാന കളിച്ചു നടക്കുന്ന നിന്നെ ഒതുക്കാൻ നല്ല ഒന്നാം തരം മാമ്പിളരുണ്ടാവും രാഷ്ട്രീയത്തില്. എന്നാ മുകുന്ദ ഈ രാഷ്ട്രീയമൊക്കെ ഉണ്ടായേ? അപ്പന്റെ വീൽ ചെയർ ഉന്തി കൈവെള്ളയ്ക്ക് തഴമ്പ് പിടിച്ച നീ എന്നാ രാഷ്ട്രീയക്കാരനായത്? ഭരണം നിലനിർത്താൻ വേണ്ടി കൂട്ടിക്കൊടുപ്പ് വരെ നടത്തുന്ന നിനക്കൊക്കെ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഈ ഖദർ ഇങ്ങനെ ദേഹത്തോട്ട് വലിച്ചിടാൻ ഒരു ഉളുപ്പും ഉണ്ടാവുകയല്ല. അത്രയ്ക്കുണ്ടല്ലോ നിന്റെയൊക്കെ തൊലിക്കട. വേണ്ട, പ്രൊഫഷണൽ പിമ്പുകളുടെ കഞ്ഞിക്കലത്തിൽ വരെ പാർട്ടി ഫണ്ടിന്റെ പേരും പറഞ്ഞ് കൈയിട്ട് വാരുന്ന നിന്റെ ദേഹത്തെങ്ങാനും എനിക്ക് കൈവയ്ക്കേണ്ടി വന്ന പിന്നെ കുളിക്കണം. എനിക്ക് വീട്ടിലോട്ട് കയറണമെങ്കിൽ അത്രയ്ക്ക് ദണ്ണ ഇളക്കാണെങ്കിൽ അപ്പി ഒരു കാര്യം ചെയ്യും. നിന്റെ അപ്പനാ കേരള ഗാന്ധിജിനെ കൂട്ടുപിടിച്ച് ഒരു ഉത്തരേന്ത്യൻ ടൂർ സംഘടിപ്പിച്ച് പെയ്റ്റ് വരി. അപ്പോഴേക്കും ഞങ്ങൾ ചിലരൊക്കെ കൂടി ഈ സംസ്ഥാനം മൊത്തം നക്കി തുടച്ച് വെളുപ്പിച്ചു തരാം. അപ്പി ചെല്ല്. അതേടോ, ആ വൃത്തിയാക്കുന്ന പണിക്ക് താൻ മിടുക്കന. തന്നെ ഭാഷയെ പറഞ്ഞ പാർക്കിലും റെസ്റ്റോറന്റിലും കറങ്ങി നടക്കുന്ന സാധാ ഐറ്റംസ് തുടങ്ങി സ്വീറ്റ് റൂമിലും ഹൗസ് ബോട്ടുകളിലും കയറി ഇറങ്ങുന്ന എക്സിക്യൂട്ടീവ് ഐറ്റംസിന് വരെ എന്നാ വേണേലും ചെയ്തു കൊടുക്കുന്ന തനിക്ക് ചേരുന്ന പേര് ഗീവർഗീസ് എന്നല്ല, കേരള രാഷ്ട്രീയത്തിലെ ആൺവേശയെന്ന. കൊള്ളാം, നിന്റെ ഈ സ്റ്റൈലിന് എൻട്രി കൊള്ളാം. നല്ല മനോഹരമായ പ്രയോഗങ്ങളും ഉണ്ട് കയ്യില് അല്ലേ? പക്ഷെ തൊമ്മി, നിനക്ക് ബുദ്ധിയില്ല. നിന്റെ അപ്പന്റെ ഊർജ്ജശ്വാസത്തിലിറങ്ങിയ ഗാന്ധി വചനങ്ങളല്ല ഇന്നത്തെ ഉൾപാർട്ടി രാഷ്ട്രീയം. അതിനു മുന്നിൽ മാനവികതയുമില്ല, വിശാലതയുമില്ല. ടാങ്കർ ലോറി പിടിച്ചെടുത്തും ഗോഡൌൺ കത്തിച്ചുമൊക്കെ നീ ഞങ്ങൾക്ക് തരുന്ന കോടികളുടെ നഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലുള്ള ഗോസായിമാർക്ക് നിന്റെ അപ്പനോടുള്ള പ്രതിപത്തി കണ്ടിട്ടോ, നിന്റെ ഈ 6 അടി 2 ഇഞ്ച് പൊക്കത്തിൽ 110 കിലോ തൂക്കം കണ്ട് പേടിച്ചിട്ടോ അല്ല, മേലിറങ്ങി പണിയെടുക്കാനുള്ള മടി കൊണ്ടാ തോന്നിച്ച. അപ്പൊ പിന്നെ നീ ഞങ്ങൾക്ക് തരുന്ന ഓരോ നഷ്ടവും ഞങ്ങൾ അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്തിങ്ങി തിരിച്ചു പിടിക്കും. എവിടുന്ന? സംസ്ഥാനത്തിന്റെ ഖജനാവെന്ന അക്ഷയപാത്രത്തിൽ നിന്ന്. ആ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ചെറിയൊരു വിഹിതമെടുത്ത് യജമാനൻ വളർത്തുപട്ടിയുടെ അണ്ണാക്കിൽ എറിഞ്ഞു കൊടുക്കുന്ന ചൂടുള്ള അപ്പക്കഷ്ണം പോലെ ഇങ്ങനെ ഞങ്ങളെ എറിഞ്ഞു കൊടുക്കും ഇവിടുത്തെ പൊതുജനങ്ങൾ എന്ന കഴുതകൾക്ക്. അത്രയൊക്കെ മതിയടോ നീ പറഞ്ഞ പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ ഞങ്ങൾക്ക് നീ അടക്കമുള്ള പൊതുജനങ്ങൾ എന്ന ബ്ലഡി ഇഡിയറ്റ്സിനെ ഭരിച്ച് രസിക്കാൻ. അലക്കി തേച്ച ഖദർ സിൽക്ക് വിട്ട് സ്റ്റേറ്റ് കാറിൽ വെൽസുന്ന നിനക്കൊക്കെ രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കഴുതകളാണല്ലേ, ബ്ലഡി ഇഡിയറ്റ്സ് ആണല്ലേ. ഓരോ ദിവസവും സംസ്ഥാനത്തെ മന്ത്രിമാർ മലർന്നും കമഴ്ന്നും കിടന്ന് കുടിക്കുന്നതും സൂയിക്കുന്നതും ചാനലുകളിലൂടെ പുറത്തു വരുന്ന കാലവാ. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നിയമസഭയുടെ ശീതീകരിച്ച മുറിക്കുള്ളിൽ നിന്ന് പുറത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. പിന്നെ അല്പസ്വല്പം വിവരം വെക്കാൻ പത്രവും വായിക്കണം. നിന്നെ പോലുള്ള രാഷ്ട്രീയ കോമരങ്ങളെ നടു റോഡിലിട്ട് തുണിയുരിഞ്ഞ് പച്ചയ്ക്ക് കത്തിക്കുന്ന കാലം ഒരുപാടൊന്നും അകലെയല്ല. പിന്നെ നീ പറഞ്ഞല്ലോ എന്റെ ഈ 6'2" പൊക്കവും 110 കിലോയും കണ്ട് പേടിച്ചിട്ടല്ലെന്ന്. പേടിക്കണം തൊമ്മിയെ.
നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന നാറിത്തരങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാതെ നിനക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഈ വലത് കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് 6-ാം മാലിക്കിട്ട് ഒറ്റ കേറ്റ് കയറ്റിയാലുണ്ടല്ലോ. നീ ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാലും ഈ അടിവയറ്റിൽ കെട്ടിക്കിടക്കുന്ന സകല കച്ചാ പിച്ച എല്ലാം കൂടെ ഈ പുഴുത്ത വായിക്കൂടെ പുറത്തിയാടും. കേട്ടോടാ പന്ന, ഇത് തൊമ്മിയുടെ വാക്കാ, മനസ്സിലുറപ്പിച്ചോ. അച്ഛാ, ഈ ഗുളി കഴിച്ചിട്ട് പോയാൽ മതി. അതിന് മാത്രമൊന്നുമില്ല, ഒരു ചെറിയ പനി അത്രല്ലേ ഉള്ളൂ. അതെ അതെ, നേരം വെളുക്കണ വരെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയാൽ മതി. ആ ശരി. എന്നതാ ഗുളികയും വെള്ളമൊക്കെ ആയിട്ട്? എന്നാ പറ്റി? ഇത് കണ്ടില്ലേ തോമിച്ചായ, ഹൈ BP യാ, നല്ല പനിയുണ്ട്. ഹോസ്പിറ്റലിൽ പോവാനോ ഡോക്ടർ ഇങ്ങോട്ട് വിളിക്കാനോ സമ്മതിക്കുന്നില്ല. എന്നിട്ടിപ്പോ മീറ്റിംഗ് എന്ന് പറഞ്ഞു പോവാ. സുഖമില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാ സ്ട്രെയിൻ ചെയ്യുന്നത്? ആ മീറ്റിംഗ് അങ്ങ് മാറ്റി വെച്ചാ പോരായോ? മുഖ്യമന്ത്രി എന്നുള്ള പദവി നിലനിർത്താനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. മന്ത്രിസഭയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടിരുന്ന അവിശ്വാസ പ്രമേയത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് ചർച്ച ചെയ്യുന്ന ഏകോപന സമിതി മീറ്റിംഗ് ഇന്ന്. ഓ, പ്രതിരോധ ചർച്ചയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നേ ഉള്ളൂ. അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കൂടെ നിൽക്കുന്നവന്മാര് തന്നെ. ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ പിറ്റേന്ന് തന്നെ തുടങ്ങും. രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള മുറവിളികൾ. തെരഞ്ഞെടുത്ത് അയക്കുന്ന ജനങ്ങൾക്കല്ല, ഇവിടുത്തെ നേതാക്കന്മാർക്കാ കുഴപ്പം. ഇതിന്റെ പേരിൽ ചെലവാക്കുന്ന കോടികൾ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വിലയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. നന്നാവില്ലടോ, ഈ വർഗത്തിന്റെ നാശം കാണാതെ ഈ നാട് നന്നാവില്ല. ഈ ഭരണത്തിൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് പറയണത്. ആ അഭിപ്രായത്തിനെ മാനിച്ച് CM രാജിവെക്കണം. 16-ാം തീയതി അവന്മാര് നിയമസഭയിൽ അവിശ്വാസം കൊണ്ടുവരണത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ മാനം കെടാതിരിക്കണമെങ്കിലേ CM രാജിവെക്കുന്നത് തന്നെ നല്ലത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത എന്തുകൊണ്ടും ഞങ്ങൾക്കും ഉണ്ട്. കപ്പല് വിഴുങ്ങുന്ന തിമംഗലത്തെ കണ്ട് തുപ്പല് വിഴുങ്ങുന്ന പരല് വാവൊളിക്കാൻ നിൽക്കണം. ഓ, ധനകാര്യമന്ത്രി അങ്ങനെ CM-ന് വേണ്ടി കൊള്ളൂത്ത് നടത്തണ്ട. കുഴലൂതണോ ചെണ്ട ഓട്ടണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ, ഞാൻ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവിശ്വാസ പ്രമേയം എങ്ങനെ നേരിടാന്നുള്ളതാണ്. അതിന് ആദ്യം നമുക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. കഴിഞ്ഞ കാലത്തെ കുറവുകൾ നികത്തി ഇനിയും കുറെ കൂടി മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും CM. കൊല്ലങ്ങൾ 50 നടന്നില്ല, പിന്നെയല്ലേ ഇനിയുള്ള ഒരു കൊല്ലം കൊണ്ട് അങ്ങ് ഉഴത്തി മറിക്കാൻ പോകുന്നത്. കൊലത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പലയിടത്തും പോയി മറിക്കുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ചൂലേ, നിന്റെ കെട്ടിടത്ത് പറയുന്ന മാതിരി എന്റെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, ചെരുപ്പിൽ ഞാൻ ചെപ്പക്കടിക്കും. പോകുമ്പോഴേ നിനക്ക് ശരിക്കും അറിയില്ല. അർപ്പിക്കാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, ഇതിനൊരു പരിഹാരം കാണാനാണ്. എന്നൂടെയുള്ള 18 ഫയലുകളെ കൂട്ടി വേറെ പയറ്റി വായിച്ചു ഈ ഇവിടെ നൂറ്റാമത്ര ഊറ്റിയില്ലേ, ഇനി അടുത്ത വള്ളത്തിൽ കയറാലോ. പോകേണ്ടവർക്കൊക്കെ പോകാം, അതിന് ഇവിടെ ആരും ഒരു തടസ്സാവില്ല. പോകുന്നതിന് മുമ്പ് മുഖ്യന്റെ മുഖ്യ ചൊറുത്തുകാരനായ തന്റെയും തന്റെ ഗ്രൂപ്പുകാരുടെയും കാലുവാരി തറകടിച്ചിട്ടേ കോച്ച് ഇവിടുന്ന് പോവുള്ളൂ. അതിന് പണ്ട് നിയമസഭ ഡെസ്ക് തുടുവക്കി കാണിച്ചില്ലേ നിന്റെ അപ്പൻ കിറ്റിന്റെ കുട്ടപ്പൻ, അയാൾ ഒന്നുകൂടെ ജനിക്കണം. എന്ത് പറ്റിയിടും കുറുബേ?
നമ്മളൊക്കെ സ്വപ്നം കണ്ടതുപോലെ ഒരു ദിവസം പോലും എനിക്ക്. താനിപ്പോ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട. ജസ്റ്റ് റിലാക്സ്, സമാധാനമായിട്ട് കിടക്കുക. ഈ നാടെന്താ ആവശ്യപ്പെട്ട നന്നാവാത്തെ? നന്നാവാൻ എന്താ ആരും സമ്മതിക്കാത്തെ? തോറ്റുപോയി ഔസേപ്പച്ച, ഞാൻ തോറ്റുപോയി. കുറുപ്പേ, ഔസേപ്പച്ച, എന്തോ എന്റെ കുഞ്ഞുങ്ങള്. കുറുപ്പേ, കുഞ്ഞ് കുറുപ്പേ, 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 കുറുപ്പേ. നമസ്കാരം. മുഖ്യമന്ത്രി ജനാർദ്ദനക്കുറുപ്പ് അന്തരിച്ചു. NPCCയുടെ ഏകോപന സമിതി മീറ്റിംഗിലുണ്ടായ സംഘർഷം മനംനൊന്ത് കുഴഞ്ഞു വീണ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. പരണം കിട്ടിയ പിന്നെ പുല്ലുതൊട്ടിയില്ല പട്ടിയെ പോലെ തിന്നത്തുമില്ല തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞ പരണങ്ങാനത്തെ മോൻ ശത്രു മലച്ചവന്റെ ചാവടയന്ത്രം ആഘോഷിച്ചിട്ടേ ചാണ്ടിക്കിന് വിശ്രമമുള്ളൂ. കുറുപ്പത്തിയും വടിയായതോടുകൂടി ഇനി പിന്നിന് കുത്തി എന്ന് മേനോൻജി പരാതി പറയില്ലല്ലോ. പിന്നിന് കുത്തി നല്ല പശുപതി, പിന്നീന്ന് കുത്തിയെന്ന് മേനോൻജി പറയാറ്. ജറൂർ ഭായ്, ഇവിടെ എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാം ഉടനെ കലങ്ങി തെളിയും. പിന്നെ നമ്മുടെ കയ്യിലല്ലേ. ഓക്കെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യന്റെ ഭൗതിക ശരീരത്തിൽ അമീർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പേരിൽ വീരോചിതമായ റീത്ത് തന്നെയല്ലേ വെച്ചതെന്ന് തിരക്കാൻ വിളിച്ചത് അമീർ ഭായ്. ജനാർദ്ദനക്കുറുപ്പിന്റെ തേരോട്ടത്തിൽ ഭായിക്കും ഉണ്ടായിരുന്നു അല്പം ടെൻഷൻ. ഇനിയിപ്പോ നമ്മൾ തന്നെയല്ലേ ഭരിക്കാൻ പോണത്, പിന്നെ ഭായിക്ക് എന്തൊരു ടെൻഷൻ. എന്റെ നൂറുദീനെ, ഈ സന്തോഷം പങ്കുവെക്കാനെങ്കിലും താരൊരെണ്ണം അടിക്കണോ? നോ, ഇതുപോലെ കൂട്ടിയിടിച്ച് പിന്മാറുന്ന ക്ലാസുകളിലെ കളറുള്ള വെള്ളത്തിലല്ല, പൊളിറ്റിക്കൽ പവർ എന്ന കലക്കവെള്ളത്തിലാണ് നൂറുദീന്റെ ലഹരി. കലക്കവെള്ളത്തിൽ അങ്ങനെ കൈയിട്ടിളക്കിയ അധികാരമെന്ന മീനിനെ പിടിച്ചൊതുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് മറ്റെവിടെയും കിട്ടില്ലടോ. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്താനുള്ള വഴി നോക്കാം. ഒന്ന് നിർത്തണോ? ഇലക്ഷൻ നടത്താൻ ഒതുങ്ങി ഇറങ്ങിയിരിക്കുന്നു എംപോക്കെകള്. ഇലക്ഷനെ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പുള്ള എത്ര മഹാന്മാരുണ്ട് ഈ കൂട്ടത്തില്. ഗ്രൂപ്പ് കളിച്ചും തിണ്ണവിളക്ക് കാണിച്ചും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് പോലെ അത്ര എളുപ്പമാവില്ല ഭരണത്തിലേക്കുള്ള കയറ്റം. നൂറുദിനെ കൂട്ടലുകളും കിഴിക്കലുകളും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഹൈക്കമാൻഡ്, ദ ഫൈനൽ ഡിസിഷൻ കംസ് ഫ്രം ദേർ. ഈ മന്ത്രിസഭ തകർന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാ ഹൈക്കമാൻഡ്. അതുകൊണ്ട് ആദ്യം അവരുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്തു വേണമെന്ന്. നമസ്കാരം. 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 हेलो औसेप जी, कैसा है? फाइन, इट्स ए प्लेजेंट सरप्राइज यादव जी. ഹൈക്കമാൻഡും പാർട്ടിയിലെ സീനിയർ പ്രവർത്തകരും മുൻപ് പലതവണ റിക്വസ്റ്റ് ചെയ്ത അതേ ആവശ്യമായി തന്നെയാ ഞങ്ങളുടെ ഈ വരവ്. അന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള സാറിന്റെ തീരുമാനത്തെ അതേ അർത്ഥത്തിൽ ഹൈക്കമാൻഡ് അംഗീകരിച്ചതുവാ. പക്ഷെ ഇപ്പോ औसेप जी, you know the Kerala position. Situation is very critical. കുറുപ്പ് സാറിന്റെ മരണം മുതൽ തുടങ്ങിയ ചർച്ചകളാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കേശവമേനോനും മകനും കൂട്ടുകക്ഷികളുമാണെന്ന് മാഡത്തിന് വ്യക്തമായി കഴിഞ്ഞു. എന്റെ തലയിലിരിക്കുന്ന താൽക്കാലിക മുഖ്യമന്ത്രി എന്ന പദവി തള്ളി താഴെയിടാൻ കേശവമേനോനും കൂട്ടർക്കും വളരെ പെട്ടെന്ന് കഴിയും. औसेप जी, please take good decision. जी हाँ औसेप जी, अगर इसी तरह जाएगा तो केरल में हमारा पार्टी पूरा बर्बाद हो जाएगा. സർ പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. ഈ മണ്ണിൽ ജനാധിപത്യ പാർട്ടിയുടെ അവസാന ശ്വാസവും നിലയ്ക്കുമെന്ന് കണ്ട ഒരു കൂട്ടം ദേശസ്നേഹികളുടെ അപേക്ഷയാണിത്.
അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം. ഇനിയുള്ള കാലം അങ്ങ് കേരളം ഭരിക്കണം. ഈ നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നത് എന്തും അനുസരിക്കാനാ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഓർഡർ. വി ആർ റെഡി ടു ഒബേ യുവർ ഓർഡേഴ്സ്, എനിത്തിങ് ആൻഡ് എവരിതിങ്. ആ ഭരണകാലത്തെ മോൻ ഔസേപ്പച്ചന് മുഖ്യമന്ത്രി കസേര കൊടുത്തേച്ച് നമുക്ക് ആ സ്ഥലത്ത് മുട്ടയും വെച്ചങ്ങ് അടയിരിക്കാം. ഞാൻ എന്നാലും പറഞ്ഞ ചാണ്ടിക്കാനൊക്കെയാണെന്ന് പറയുമല്ലോ. താനങ്ങനെ കിടന്ന് പഠിക്കാതോ. മാളേക്കൽ ഔസേപ്പച്ചനെ കളത്തിലിറക്കി കേരളത്തിലെ ജനാധിപത്യ പാർട്ടിയുടെ ശുദ്ധികലശം നടത്താൻ അങ്ങ് ഡൽഹിയിലെ കോണ കൊടുത്ത വമ്പന്മാരും ഹൈക്കമാൻഡും ചേർന്ന് കച്ചമുറുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അവർക്കൊന്നും ഇതുവരെ പിടികൊടുക്കാതിരുന്ന ഔസേപ്പ് ഈ 75-ാം വയസ്സിൽ അതിന് വഴങ്ങുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിട്ടിയല്ല ഞാൻ. പക്ഷേ മേനോൻജി, അങ്ങയുടെ ഈ കളരിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചെടുത്ത് ജനാർദ്ദനക്കുറുപ്പിനൊപ്പം കൂടി ധനകാര്യ വകുപ്പ് വരെ കൈക്കലാക്കിയ വരദരാജന്റെ കയ്യിലാണിപ്പോൾ താൽക്കാലിക മുഖ്യമന്ത്രിയുടെ ചുമതലയെന്നറിയാമല്ലോ. ഔസേപ്പച്ചൻ എന്ന മഹാമേരുവിനെ മുന്നിൽ നിർത്തി വരദരാജൻ കളി തുടങ്ങിയ ഒന്നും നിർത്തണോ. ഔസേപ്പിനെ മുന്നിൽ നിർത്തി കളിക്കാൻ വരദരാജൻ വളരണമെങ്കിൽ അത് എന്റെയും നിന്റെയും എല്ലാം 16 അടി തന്നെ കഴിച്ചിട്ട് മതി. ഗീവർഗീസേ, കുറുപ്പിനെ താഴെയിറക്കാൻ മുമ്പ് പ്രയോഗിച്ച ആശകളൊന്നും പോരാ. ഇവിടെ തന്റെയും കോശിയുടെയും കൂടെയുള്ള എല്ലാ MLA-മാരോടും തയ്യാറായിരുന്നോളാം പറ. മറ്റൊരു നിവൃത്തിയില്ലെങ്കിൽ രാജിവെച്ച് ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങിക്കും എല്ലാവരും. കാര്യം എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് MLA ആക്കിയത് മേനോജി തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ അടിപിടിന്ന് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അച്ഛനും മോനും വേണ്ടി ഇനിയും നാണം കെടാൻ ഞങ്ങൾക്ക് വയ്യ. ഇക്കണ്ട കാലമത്രയും ജനാധിപത്യ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെയാ ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും. അന്നൊക്കെ എതിർത്തു പോകുന്ന പ്രതിപക്ഷത്തിന്റെ തൊഴുത്തിൽ പാർട്ടിയെ കൊണ്ടു കേട്ടാൻ ഞങ്ങളെ കിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഔസേപ്പച്ചൻ സാറ് നേരിട്ട് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രതിച്ഛായ തിരിച്ചിട്ടു. ഗീവർഗീസിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ 18 പേരിൽ മന്ത്രി കറിയാച്ചനടക്കം പലരും ഇന്നത്തെ ഈ ഗ്രൂപ്പ് കളിയിൽ മനമെടുത്തിരിക്കുന്നവരാ. സാഹിബിന്റെ പാർട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അവര് മേടത്തെ കണ്ട് നേരിട്ട് ഉറപ്പ് കൊടുത്തിരിക്കുക. നമുക്കിപ്പോ പിടിക്കേണ്ടത് ഘടകകക്ഷികളായ പിള്ളച്ചേട്ടനെയും ഭാരതിയമ്മയാണ്. പല പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും രണ്ടാമതൊന്നും ആലോചിക്കാതെ നോ പറഞ്ഞ ഔസേപ്പച്ചന്റെ ഇപ്പോഴത്തെ മൗനം സമ്മതത്തിന്റെ ലക്ഷണം. ഇതിന്റെ പേരിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏത് ഡിമാൻഡും അംഗീകരിക്കാനാ മാഡം എന്നോട് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഔസേപ്പച്ചൻ നമ്മളെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാണ്. നമ്മളൊക്കെ സ്വപ്നം കണ്ടതുപോലെ ഒരു ദിവസം പോലും എനിക്ക് ഞാൻ തോറ്റുപോയി. ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും നോ എന്ന് പറയാൻ എനിക്കായിട്ടുള്ളൂ. ഇവിടെയും ഞാൻ അത് തന്നെ പറഞ്ഞാൽ എൻ്റെ കുറുപ്പിൻ്റെ ആത്മാവ് പോലും വേദനിക്കും. ഊർജ്ജസ്വലനായ ഒരു മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ ഇന്നത്തെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിസിക്കലി ഐ ആം അൺഫിറ്റ്. എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാക്കുകളും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. കവചകുണ്ടലം ധരിച്ച കർണവേഷം കിട്ടാനോ ഗാന്ധീവധാരിയായ അർജുനവേഷം കിട്ടാനോ ഇന്നത്തെ എൻ്റെ ഈ പ്രായം അനുവദിക്കില്ല. പകരം പാർത്ഥസാരഥിയുടെ വേഷം വേണമെങ്കിൽ കിട്ടാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വേഷം എൻ്റെ മകൻ തൊമ്മി അണിയണം. എൻ്റെ വാക്കുകൾ അംഗീകരിക്കാവുന്നതാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദി ഫൈനൽ ഡിസിഷൻ. എന്നതാണേലും ശരി, ദേ അപ്പ എന്നെ കിട്ടുകയില്ല. വേണ്ടാത്ത പണിക്കൊന്നും എന്നെ കിട്ടുകയില്ല, ഉറപ്പാ. മുഖ്യമന്ത്രിയെ, അതും കേരളത്തിന്റെ. പിന്നെ നിന്നെ അങ്ങ് അമേരിക്കയിലെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? നീ ഒന്ന് പോണോ ചെറുക്ക. എന്നതാണേലും മുഖ്യമന്ത്രി പണി എത്ര മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഏടാ ഭൂലോക തെമ്മാടി, ഓരോരുത്തന്മാര് മന്ത്രി കസേല എത്തിയേച്ചാ തെമ്മാടിത്തരം കാട്ടാൻ പഠിക്കുന്നേ. നിനക്ക് എന്നതാണേലും അതിന്റെ ആവശ്യമില്ലല്ലോ.
എന്നതായാലും ഇന്ന് കേരളം ഭരിക്കാൻ യോഗ്യൻ ഇവൻ തന്നെയാ. കുഞ്ഞന്നാമേ ഞാൻ മോനെ, ഇക്കാര്യത്തിൽ നിന്റെ അപ്പൻ പറയുന്നത് നീ കേൾക്കണം. ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി നീ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പ ഇത് പഴയ രാഷ്ട്രവും രാഷ്ട്രീയവും ഒന്നും അല്ല. ഇക്കാര്യത്തിൽ എന്നതായാലും ഞാൻ അനുസരണക്കേട് കാട്ടുവേ. മിണ്ടരുത് നീ. അനുസരിച്ചാൽ മാത്രം മതി. ഇക്കാര്യത്തിൽ നിന്റെ അപ്പം പറയുന്ന എന്തും. 60 വർഷത്തിലേറെ ഈ മണ്ണിൽ ജീവിച്ചിട്ടും താൻ സ്വപ്നം കണ്ട കേരളത്തിൽ ഒരു ദിവസം പോലും കഴിയാൻ ഒക്കാത്ത ദുഃഖത്തില് ചങ്ക് പൊട്ടി മരിച്ചില്ലേ നമ്മുടെ പാവം കുറുപ്പ്. അയാളും ഞാനും നിന്റെ അപ്പനും സ്വപ്നം കണ്ട കേരളം നിന്നിലൂടെ ഞങ്ങൾക്ക് കാണണം. ആ സമത്വ സുന്ദര കേരളത്തിന്റെ ഒരു സൂര്യോദയെങ്കിലും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. അതുകൊണ്ട് കേരളം നീ ഭരിക്കണം. ഇടതെന്നും വലതെന്നും ഒക്കെ പറഞ്ഞ് ജാതിയെയും മതത്തെയും സമുദായങ്ങളെയും ഒക്കെ വെട്ടിക്കീറി പകുത്തെടുത്ത് കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലത്തോളം ഈ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ തേർവാഴ്ച നടത്തിയ വർഗങ്ങൾക്കെതിരെ നീ ഒരു നിയോഗമായിട്ടാ മോനെ. എടാ തൊമ്മി, ഈ നാടിന്റെ മുഖ്യമന്ത്രി പദത്തില് നിനക്ക് വെറും 10 ദിവസം മാത്രമേ ഇരിക്കാൻ സാധിച്ചുള്ളെങ്കിൽ അത് മതി. വരും തലമുറകൾ പറയണം ഇങ്ങനെ ഒരു മുഖ്യം കേരളം ഭരിച്ചിരുന്നു എന്ന്. കലിയുഗ തിന്മകൾക്കെതിരെ നീ നയിക്കുന്ന അശ്വമേധത്തിന്റെ ഇടവും ബലവും ഞങ്ങളുണ്ടാവും. സത്യപ്രതിജ്ഞ നടക്കേണ്ടത് അവിടെയല്ല, ഇവിടെ ഞങ്ങളുടെ മുന്നിൽ. നമസ്കാരം. ഇളംകുളം ജോയ്, യൂത്ത് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി. അതെ സർ. ഇവരൊക്കെ പാർട്ടി അണികളാ അല്ലായോ? അതെ സർ. നിങ്ങളിൽ എത്ര പേരുണ്ട് ജോലിയുള്ളവര്? ഒന്ന് കൈപൊക്കിയാട്ടെ. സർ, എന്താ ജോലി? ഞാൻ അവിടെ പ്യൂണാണ് സാർ. പ്രവർത്തന സമയമാ. വായി നോക്കിയേക്കാതെ പോയി പണിയെടുക്കണോ? അപ്പൊ നിങ്ങൾ ആരും പണിയില്ലാത്തവർ? ഞാനൊരു ആർട്ടിസ്റ്റാണ് സാർ. വരയാ? അല്ല, സിനിമയിലാണ്. സ്വന്തമായിട്ട് കതറുള്ളത് കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകും. ഓ, ഖദറിനിപ്പോ അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടല്ലോ. മുഖ്യമന്ത്രി എന്ന നിലയിൽ വൈറ്റ് ഖദറിട്ടെങ്കിൽ ലാളിത്യം കീപ്പ് ചെയ്തിരുന്നെങ്കിൽ യുവാക്കളായ ഞങ്ങൾക്കും അതൊരു ഹരമായേനെ. 50 രൂപയുടെ ഖദറിന്റെ ചീട്ടിത്തുണി അണിഞ്ഞ് ലക്ഷറി കാറിൽ കയറി വിലസി നടക്കുന്ന ലാളിത്യം എനിക്ക് ചേരുകയല്ല. അല്ല, നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ തൊണ്ട കീറാനും മാത്രം നമ്മൾ തമ്മിൽ എന്താണ്? തന്റെ ഈ ഖദറിട്ട പ്രസ്ഥാനത്തിന്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും വെച്ച് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പാർട്ടി പറഞ്ഞോണ്ടാ. പാർട്ടി പറഞ്ഞാൽ ഉടനെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആർക്കു വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചും കല്ലെറിഞ്ഞും നടന്ന് രാഷ്ട്രീയം കൊണ്ട് മാത്രം കുടുംബം പോറ്റാമെന്ന് ആരും വിചാരിക്കരുത്. പണിയെടുത്ത് കുടുംബം പോറ്റണം. അതിനൊപ്പം നടത്തണം രാഷ്ട്രീയ പ്രവർത്തനം. ഈ സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ കാര്യാലയമാണിത്. ഒരുപാട് മഹാത്മാക്കളുടെ കാലടികൾ പതിഞ്ഞ സ്ഥലം. ഭരണം കിട്ടിയാൽ ഉടനെ മഞ്ചേശ്വരത്തുനിന്നും മലപ്പുറത്തുനിന്നും പുത്തനടുക്കി വെച്ച ബ്രീഫ് കേസുമായി വരുന്ന വമ്പന്മാർക്ക് MLA ക്വാർട്ടേഴ്സിൽ അന്തി ഉറങ്ങാനും ഇതിനകത്തോട്ട് കയറി കാര്യം സാധിക്കാനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന പെട്ടി രാഷ്ട്രീയക്കാരന്മാരെ ഒന്നും ഇവിടെ വേണ്ട. മജീദേ സർ, ഖദറിട്ട് കക്ഷത്ത് ഡയറിയും തിരികെ ബ്രോക്കർ പണിക്കിറങ്ങുന്ന ഒരൊറ്റൊരുത്തനെ പോലും ഈ കോമ്പൗണ്ടിനകത്ത് ഇനി കണ്ടുപോകരുത്.